ഹലോ ഗൈസ്, നമ്മൾ ഇതേപോലെ സ്വിച്ച് വെക്കുന്നു. ഗൈസ്, നമ്മൾ ഏതാണ്ട് ഈ നമ്മുടെ ലൈറ്റിൻ്റെ നെഗറ്റീവ് ലിങ്ക് മൊത്തത്തിൽ ഷോർട്ട് ചെയ്ത് പോകും. ഇതുപോലെ ഇപ്പം രണ്ട് രീതിയിലും വർക്കാവും. ഇതിപ്പം ബാറ്ററിയിലാണ്, അല്ലാതെ ഇപ്പം അഡാപ്റ്റർ വന്നപ്പോൾ പവർ ഇച്ചിരി കൂടുതലാണ്. അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് ഇത് ഊരി കഴിഞ്ഞാൽ കാണത്തില്ല. നമ്മളേതാണ്ട് ഈ നമ്മുടെ ലൈറ്റിൻ്റെ നെഗറ്റീവ് ലിങ്ക് മൊത്തത്തിൽ ഷോർട്ട് ചെയ്ത് കൊടുത്തു. അതിൽ നിന്ന് നമ്മുടെ പോസിറ്റീവ്, നമ്മുടെ LED പോസിറ്റീവ് ലെഗ് ഉണ്ട്, അത് നമ്മുടെ സ്വിച്ചിൻ്റെ ഔട്ട് വരുന്നിടത്ത് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. സ്വിച്ചിൻ്റെ ഇന്നിൻ്റെ അവിടെ നമ്മൾ ഈ റിലേന്ന് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് ലിങ്ക് ഇങ്ങനെ ഷോർട്ട് ചെയ്ത് ഇരിക്കുകയാണ്. പോസിറ്റീവ് ലിങ്ക് ഉണ്ട്, റിലേയുടെ പോസിറ്റീവിൻ്റെ ലെഗ് വരും, അവിടെ നിന്ന് നേരെ നെഗറ്റീവ് നേരെ ഷൂട്ട് ചെയ്ത് പോവുകയാണ്. അതുപോലെ വർക്കിംഗ് കാണിച്ചത് സംഭവം നമ്മൾ വോട്ട് ചെയ്യുന്ന മെഷീൻ ചെയ്തേക്കുവാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ സ്റ്റിക്കറൊക്കെ വരും, അത് കാണിക്കാം. ഗൈസ്, നമ്മൾ ബാക്കി എല്ലാ സ്വിച്ച് നമ്മൾ വെച്ചു, LED വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ഇതേപോലെ സ്വിച്ച് വെക്കുന്ന കാണിച്ചു തരാം. ഈ സ്വിച്ചിൻ്റെ ഈ ഭാഗം തമ്മിൽ കണക്ഷനും ഈ ഭാഗം തമ്മിൽ കണക്ഷനാണ്. ഇത് നിൽക്കുമ്പോഴാണ് ഈ സർക്യൂട്ട് പൂർത്തിയാവുന്നത്. നമ്മളിത് നേരെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇത് നമ്മൾ ഈ ഗ്യാപ്പിൽ നമ്മൾ കട്ടിങ് ചെയ്യുന്നത് ജസ്റ്റ് ആദ്യം ഇതുപോലെ ഇൻറ്റ് മാർക്ക് ഇട്ടിട്ട്, എന്നിട്ട് ഇവിടെ അതേപോലെ ഇൻറ്റ് മാർക്ക് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് കളയുക. എന്നിട്ട് നമ്മൾ അതേപോലെ ഈ ലൈറ്റിന് വരുമ്പോൾ ഇവിടെ ഒരു ഇപ്പോൾ മാർക്ക് ചെയ്യുക, ഇവിടെ മാർക്ക്, എന്നിട്ട് LED ഇറക്കി കൊടുക്കുക. അന്നേരം ഇപ്പോൾ ഇത് LED കറക്റ്റ് അതിൻ്റെ മണ്ടയ്ക്ക് വരും. ഇത് നമ്മൾ റഫായിട്ട് ഒരു പേപ്പർ നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ട് ചെയ്തതാണ്. ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് സ്റ്റിക്കർ വരും, പിന്നെ സൈഡിലെല്ലാം ബ്ലാക്ക് ഇതും വരും, ബാറ്ററി വരും, പിന്നെ അതേപോലെ നമ്മുടെ ഫോണിൻ്റെ അഡാപ്റ്ററിൻ്റെ കണക്ഷനും കൂടി ഇതിനകത്ത് എങ്ങനെ കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇതേപോലെ നല്ലപോലെ കറക്റ്റ് ഇതിനകത്ത് ഇരിക്കണം. നമ്മൾ സ്റ്റിക്കർ വരുമ്പോൾ അത് കറക്റ്റായിട്ട് ആയിരിക്കണം. എന്നിട്ട് ഈ 4 ലെഗ് 1 2 3 4 ഇതുകൊണ്ട് നമുക്ക് കറക്റ്റ് സോൾഡർ ചെയ്യുമ്പോൾ അത് കിട്ടും. ഇത് നേരെ L പോലെ ഇതൊരു അമ്മയിൽ ഷോർട്ട് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും താഴെ കൂട്ട് കൊടുക്കുക. അത് ചെയ്തിട്ട് നമുക്ക് കാണാം. അത് സോൾഡർ ചെയ്യുന്ന കാണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ലെഗുണ്ട്, അത് മെൽട്ടായി. ഇതിൻ്റെ ഇവിടെ ഒരു ഉണ്ട്. അങ്ങനെ ആ സർക്യൂട്ട് നമ്മൾ പൂർത്തിയായിരിക്കുകയാണ്. ഇനി ജസ്റ്റ് ഇത് കഴിഞ്ഞ് ഒട്ടിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇതാണ്ട് നിൽക്കുന്ന രീതിയിൽ ജസ്റ്റ് നമ്മൾ ആ ഒരു
ഉള്ളിലോട്ട് അധികം പോകരുത്. അത് പോകാതിരിക്കാനാണ് നമ്മൾ 743 ഫ്ലെക്സ് ക്വിക്ക് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുന്നത്. അത് നമ്മൾ ഈ സൈഡുകളായിട്ടായിരിക്കും അതുപോലെ ഈ സൈഡിൽ ഒഴിച്ചു കൊടുക്കും. ഞാൻ 2 സൈഡിൽ ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അത് ഇരിക്കത്തില്ല. നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങോട്ടങ്ങ് പറഞ്ഞു വരും. ഇപ്പോൾ കുറച്ച് നേരം സെറ്റാവാൻ കൊടുക്കുക. ഇത് നമ്മൾ ഈ സ്വിച്ചിൻ്റെ സെൻറ്ററായിട്ട് മിഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സ്വിച്ചിൻ്റെ ഈ മിഡിലായിട്ട് കൊടുക്കും. ഈ ബാറ്ററിയുടെ ഇത് ഇവിടെയും കൊടുക്കും. പിന്നെ നമ്മുടെ ഒരിതും കൂടി വരുന്നുണ്ട്. ഇതേപോലെ നമ്മൾ രണ്ടാമത് ഈ 5 വോൾട്ടിൻ്റെ ഇത് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൊടുക്കും. ബ്ലാക്ക് നമ്മൾ ഇവിടെ ഇതിൻ്റെ ഗ്രൗണ്ടിലും കൊടുക്കും. ഇത് നമുക്ക് ചെയ്ത് കാണാം. ജസ്റ്റ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ സൈഡും ആ സൈഡും ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഈ സൈഡും നമ്മൾ ഒട്ടിച്ചെടുത്ത് ഇനി ഇവിടുത്തെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ലൈറ്റും സെറ്റ് ചെയ്ത് ഇപ്പോൾ ലൈറ്റും കാണത്തില്ല സ്വിച്ചും കാണത്തില്ല സ്റ്റിക്കർ മേളിൽ വന്നപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഇത് വർക്കിംഗ് ആക്കി കാണിച്ചത്. ഇതിപ്പോൾ നമ്മൾ USB കുത്തുന്ന രീതിയിൽ ഇപ്പം ഇട്ടിരിക്കുകയാണ്. ഇത് നേരെ ഇൻ്റർചേഞ്ച് ചെയ്ത ഇപ്പം ബാറ്ററിയിലായിരിക്കും. ബാറ്ററി ഇതാണ്ട് ഇതിപ്പം ബാറ്ററിയിൽ പ്രവർത്തിക്കുകയാണ്. ഇത് നമുക്ക് കാണത്തില്ല, അതിൻ്റെ അടിയിലാണ്. വേണ്ട എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം സ്വിച്ചിൻ്റെ കുഴപ്പം കൊണ്ടാണ്, ബാക്കി ഒരു കുഴപ്പമില്ല. ഇത്രേ ഉള്ളൂ ഗൈസ്. ഇനി അഡാപ്റ്റർ കുത്തിയിട്ട് കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ അഡാപ്റ്റർ മോഡിലോട്ടിട്ട് ഒന്നും വർക്കിംഗ് അല്ല. അഡാപ്റ്റർ കുത്തിയിട്ട് കാണിച്ചു തരാം. നമ്മൾ അഡാപ്റ്റർ കുത്താൻ പോവാണ്. കുത്തിയിരിക്കുകയാണ്. കുത്തിയിട്ട് നമ്മൾ ഓണാക്കാൻ പോവാണ്. ഓഫാക്കിയേക്കുവാണ്. ഓണാക്കാൻ പോവാണ്. ഓണാക്കി
അങ്ങനെ നമ്മൾ ഇതുപോലെ ഇപ്പം 2 രീതിയിലും വർക്കാവും. ഇതിപ്പം ബാറ്ററിയിലാണ്, അല്ലാതെ ഇപ്പം അഡാപ്റ്റർ വന്നപ്പോൾ പവർ ഇച്ചിരി കൂടുതലാണ്. അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് കാണും, ഇത് ഊരിക്കഴിഞ്ഞാൽ കാണത്തില്ല. കണ്ടോ കണ്ടോ, ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.